നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഭാരത് ഭവനും സൗത്ത് സോൺ കൾച്ചറൽ സെന്ററും സംയുക്തമായി സബർമതി ഇന്ത്യൻ വസന്തോത്സവം പേരാമ്പ്ര ചെറുവണ്ണൂർ സബർമതിയിൽ സംഘടിപ്പിച്ചു. MLA TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പേരാമ്പ്ര ചെറുവണ്ണൂരിലെ സബർമതി തിയേറ്റർ വില്ലേജ് ഓണാഘോഷത്തിന്റെ ഭാഗമായി നാഷണൽ ഫ്ലോക്ക് ഫെസ്റ്റ് 2025ന്റെ ഭാഗമായി ഭാരത് ഭവനും സൗത്ത് സോൺ കൾച്ചറൽ സെന്ററും സംയുക്തമായി സബർമതിയിൽ ഇന്ത്യൻ വസന്തോത്സവം സംഘടിപ്പിച്ചു. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, കർണാടക, കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ കലാകാരന്മാർ പരിപാടിയുടെ ഭാഗമായി. സബർമതിയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ടൗൺ ചുറ്റി സബർമതിയിൽ സമാപിച്ചു. തുടർന്ന് പേരാമ്പ്ര MLA TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൈരളി പട്ടുറുമാൽ ജനമനസ്സുകളിൽ സ്വാധീനം ചെലുത്താൻ അജയ് ഗോപാലിന്റെ പാട്ടും ഇടപെടലും അനിതര സാധാരണമായി. അജയ് ഗോപാലിനെ അറിയപ്പെട്ടു, ജനങ്ങൾ വലിയ തോതിൽ അറിയപ്പെട്ടു തുടങ്ങിയത് ആ മഹാ കലാവിരുന്നോടുകൂടി. ഇന്ന് അജയ് ഗോപാൽ നമ്മുടെ നാടിന് ഒരു പുതിയ അനുഭവമായി മാറുകയാണ്. മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, കർണാടക ഇത്രയും സംസ്ഥാനങ്ങളിലെ കലാകാരന്മാരെ അവരുടെ സംസ്ഥാനത്തിന്റെ പ്രതീകം എന്നുള്ള നിലയിൽ ഈ വേദിയിൽ അണിനിരത്താൻ കഴിഞ്ഞത് നമ്മുടെ നാടിന് അങ്ങേയറ്റം അഭിമാനമാണ്. ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NT ഷിജിത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ചെയർമാൻ SK സജീഷ് മുഖ്യാതിഥിയായി. കലാകാരന്മാർക്ക് മൊമെന്റോ നൽകി ആദരിച്ചു. കോർഡിനേറ്റർ രാജേഷ് രാജ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സബർമതി ഡയറക്ടർ അജയ് ഗോപാൽ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ KP ബിജു നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. Oh
സാംസ്കാരിക വിനിമയ കേന്ദ്രമായ ഭാരത് ഭവനും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സൗത്ത് സോൺ കൾച്ചറൽ സെൻ്ററും ഒത്തുചേർന്നാണ് നമ്മളെ സബർമതിയുടെ സഹകരണത്തോടെ ഇന്നിവിടെ ഈ 4 സംസ്ഥാനങ്ങളിലുള്ള കലാകാരന്മാർ ഇത്രയും വർണ്ണപ്പകിട്ടാർന്ന നിറസദസ്സോടുകൂടി അവതരിപ്പിച്ചത്. ഓണത്തിൻ്റെ ഭാഗമായിട്ട് എത്തിച്ചേർന്നുള്ള ഇവർ 4 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മധ്യപ്രദേശ്, കർണാടക എന്നീ 4 സംസ്ഥാനങ്ങളിലെ കലാകാരന്മാരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.